പിടിതരാതെ കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ്. അതുകൊണ്ട് തന്നെ അതിനു വരുന്ന രോഗങ്ങൾക്ക് കാര്യവും കാരണവും നിവാരണവും പിടികിട്ടാതെ കിടക്കുന്നു. അപ്പോൾ അറിഞ്ഞുകൂടാത്ത രോഗത്തിന് അറിഞ്ഞുകൂടാത്ത ചികിത്സ എന്ന സിദ്ധാന്തമനുസരിച്ചാലും മന്ത്രവാദത്തിനാണ് പ്രസക്തിയെന്ന് മന്ത്രവാദികൾ നിരൂപിക്കുന്നു. ആ പേഷ്യന്റിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വിവാഹം കഴിക്കുന്ന കാലത്തിന് മുമ്പ് ഏതോ ഒരു സമയത്ത് അദ്ദേഹം ആദ്യം ഒന്ന് കൊച്ചിലെ 10ാം ക്ലാസ് പഠിക്കുന്നതിന് താഴെയുള്ള ഭാഗത്ത് വെച്ച് ഒരു നായയെ കണ്ടോ, അങ്ങനെ അതുപോലെയുള്ള എന്തോ ഒരു സാധനത്തിനെ കണ്ട് പെട്ടെന്ന് ഞെട്ടി പേടിച്ചിരുന്നു. അന്ന് മനസ്സിനകത്ത് ഷോക്ക് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഭയത്തെ വീക്ഷിച്ചാണ്, ഭയത്തോടെയാണ് എല്ലാം വീക്ഷിച്ച് നടന്നിരുന്നത്. പക്ഷെ അത് നോർമൽ സെൻസിൽ പോയിരുന്നു. അതിനുശേഷം അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെ അവരറിയുന്ന, അവരുടെ ഒരു തമിഴ് മാത്രം സംസാരിക്കുന്ന ഒരു പാട്ടി, ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ മരണവും ഇവർക്ക് വളരെ ആഘാതമായി. ഇവരുടെ കുടുംബത്തെ സാഹചര്യങ്ങൾ വളരെ മോശവും ഈ പാട്ടിയിൽ നിന്ന് കൂടുതൽ സ്നേഹം കിട്ടുന്ന സമയത്ത് ഈ പാട്ടിയായിട്ടുള്ള ഇവരുടെ ബന്ധം ഒരു പരിധിവരെ ഇവർക്ക് ആശ്വാസമായിരുന്നു. പാട്ടിയുടെ മരണം വന്ന് ഇവരുടെ മനസ്സിനെ വീണ്ടും തകർത്തു. പക്ഷെ ആ പാട്ടിയുടെ മരണം മാത്രമല്ല, അതിനുശേഷം ആ പാട്ടി ഇവരുടെ കൂടെ ഉണ്ട് എന്ന് ഇവർ വിചാരിക്കുക. ആക്ച്വലി ആ പാട്ടി ഇവരുടെ കൂടെ ഇല്ല. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ പാട്ടി ഇവരുടെ കൂടെയാണെന്ന് വിചാരിക്കും. പണ്ട് പേടിച്ചപ്പോൾ ഉണ്ടായ ആ ഭയപ്പാടും രണ്ടും കൂടെ സമന്വയിപ്പിച്ചപ്പോൾ സമനില തെറ്റി. പാട്ടിയമ്മ ചുമന്ന ഡ്രസ്സ്, പാട്ടിയമ്മ അങ്ങനെ ചുമന്ന ഡ്രസ്സെല്ലാം പോട്ട് ഇങ്ങനെ വലത്തോട്ട് പോട്ട് മാലയൊക്കെ 5-6 മാല, ചുമന്ന മാലയൊക്കെ ഇട്ട് പാട്ടിയമ്മ മുറുക്കണ പാട്ടിയമ്മ ഹങ്ക പാട്ടിയമ്മ. മനുഷ്യവർഗത്തിന് ആദ്യമുണ്ടായ വികാരം ഭയമാണെന്നൊരു പക്ഷമുണ്ട്. അജ്ഞതയിൽ നിന്നാണ് ഭയമുണ്ടായതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഭയത്തിൽ നിന്നാണ് വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിശ്വാസങ്ങൾ മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് മന്ത്രവാദത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. മനനാത്രായതേ ഇതി മന്ത്ര എന്ന സൂക്തമനുസരിച്ച് മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഈ രക്ഷ മനനം ചെയ്യപ്പെടുന്നവനും ലഭിക്കുന്നു എന്ന അർത്ഥത്തിലാണ് മന്ത്രവാദം എന്ന പ്രയോഗത്തിന് പ്രസക്തിയും പ്രചാരവും സിദ്ധിക്കുന്നു. മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്നത് എന്നും തർക്കവിഷയമാണ്. എന്നാൽ ശബ്ദത്തിന് നിയതമായ ഉദാത്ത അനുദാത്ത സ്വരവീചികളിലൂടെ പുറത്തു വരുമ്പോൾ ശക്തിയുണ്ടെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. മന്ത്രം എന്ന വാക്കിനെ മനനം ചെയ്യപ്പെടുന്നത് എന്ന വിശേഷാർത്ഥം കൊണ്ട് മന്ത്രത്തെ മനസ്സുമായി ബന്ധപ്പെടുത്തുന്നു. ആ വഴിക്ക് ചിന്തിച്ചപ്പോഴായിരിക്കണം മന്ത്രം മനോരോഗ ചികിത്സയ്ക്ക് ഉപകരിക്കുമെന്ന് ധാരണയുണ്ടായത്. കണ്ണുകൊണ്ട് കാണാത്ത മനസ്സ് എന്ന ദ്രവ്യത്തെ ബാധിക്കുന്ന അനുഭവവേദ്യം മാത്രമായ രോഗത്തിന് അഗോചരവും ഗുണാനുഭാവ ദ്യോതക മാത്രവുമായ മന്ത്രം എന്ന മറ്റൊരു ശക്തി കൊണ്ട് ചികിത്സിക്കാൻ ശ്രമിച്ചത് തികച്ചും യുക്തിസഹം തന്നെയാണ്. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തും ദൈവതം തം മന്ത്രം ബ്രാഹ്മണാതീതം ബ്രാഹ്മണാത്മേ മമ ദൈവത. മന്ത്രക്കളങ്ങളിൽ സർപ്പത്തെ പോലെ ഇഴഞ്ഞതും പാട്ടി എന്ന തമിഴ് വൃത്തിയായി സംസാരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ആ കുട്ടി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? കുട്ടൻ തന്ത്രിയിലൂടെ നമുക്കതറിയാം.
അപ്പം നമ്മൾ പാട്ടിയിലൂടെ പഴയ വിഷയത്തെ പൊക്കിയെടുത്ത് അതിനെ മാറ്റി. പാട്ടി എന്ന് പറഞ്ഞ സങ്കല്പീയ കഥാപാത്രം അവിടെ. എന്തായി രാജി, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ടോ? തണുത്ത ഗ്ലാസ് വെള്ളം കുടിക്കണം വേണോ? വേണ്ട. വെച്ച് നോക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സർപ്പത്തിന്റെ അവസ്ഥ, എന്താണ് രാഹുവിന്റെ അവസ്ഥ, എന്താണ് ദോഷങ്ങളുടെ അവസ്ഥ, അത് നോക്കിയത് കേട്ടോ. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് മീനം രാശിയാണ്. മീനം രാശിക്ക് ലഗ്നാൽ പഞ്ചമ ഷഷ്ടഗന്ധപതി, ലഗ്നത്തിലോ 5-ലോ 8-ലോ 9-ലോ ഒരു ഗ്രഹം വന്നാൽ അത് ബിംബസ്ഥനാണ് എന്നാണ്. അല്ലെങ്കിൽ ലഗ്നത്തിൽ വന്നാലും 5-ൽ വന്നാലും 8-ൽ വന്നാലും 9-ൽ വന്നാലും അത് മാറി, അല്ലെങ്കിൽ ലഗ്നത്തിലായ ബിംബത്തിലായി എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ലഗ്നത്തിൽ തന്നെ രാഹു വന്നിട്ടുണ്ട്, 2-ാം ഭാവത്ത് ശുക്രൻ വന്നിട്ടുണ്ട്, അസുവർഗത്തിന്റെ സ്ഥാനാധിപൻ 4-ാം ഭാവത്തേക്ക് നാളെ വരുവാണ്. അഷ്ടമത്തില് ചന്ദ്രനുണ്ട്, 2 ശുക്രനോട് കൂടി നിൽക്കുന്ന രാശിയാണ്. 7-ലൊരു കേതു, 4-ാമത്തെ കൂടി. അല്പം ദോഷങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ദോഷങ്ങളെ നമുക്ക് ഈ വ്യക്തിയിൽ നിന്ന് ആവാഹിച്ചു മാറ്റുക എന്നുള്ളത് കേട്ടോ. സർപ്പദോഷവും മാറ്റിയേക്കാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാറിയെങ്കിലും ആവാഹന എന്നുള്ളൊരു ക്രിയ ഏറ്റവും ഭയങ്കര ബലമുള്ളതാണ്. അതുങ്ങൾ കൂടി ചെയ്താലേ അത് പൂർണ്ണമാകുള്ളൂ. 4-ാം ഭാവത്താണ് ഇവിടെ ഗുളികൻ നിൽക്കുന്നത്. ഗുളികൻ എന്ന് പറഞ്ഞാൽ അകാലമൃതി, ദുർമൃതി, ക്ലേശമൃതിയായി മരിച്ചിരിക്കുന്ന പ്രേതമാണ്. ആ പ്രേതത്തിന്റെ ആസക്തി അല്ലെങ്കിൽ അഭിനിവേശം അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ട്. പ്രേതത്തിന്റെ ബന്ധമാണ് ഈ അലർച്ച സ്വഭാവത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ എടുക്കാൻ പോവാ കേട്ടോ. അല്ല, ജലാശയവുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രശ്നം പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? പ്രശ്നം പറഞ്ഞപ്പോ ജലാശയവുമായി ബന്ധപ്പെട്ടൊരു പ്രേതാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? അന്ന് കൊണ്ടുവന്ന ആരാ? അദ്ദേഹം ഇല്ലാന്നോ? ഞാൻ ഓർക്കയില്ല. അപ്പം എന്റെ മാനസിക രോഗത്തിന് കാരണമായി നിൽക്കുന്ന എന്നിൽ ബാധിച്ചിരിക്കുന്ന പ്രേതബന്ധങ്ങളെല്ലാം ഒരാളെന്ന് ഇരിക്കട്ടെ, ഇനി എന്തുണ്ടെങ്കിലും പൊക്കോട്ടെ, പ്രേതബന്ധങ്ങൾ എന്നിൽ നിന്ന് പോണം. മനസ്സിലാവുന്നുണ്ടോ? വിഷമമൊന്നുമില്ലല്ലോ കൂടെ ഉള്ള പോകുന്നോണ്ട്? സങ്കടമുണ്ടോ രാജി? പഴയതുപോലെ തന്നെ തലയ്ക്ക് 3 ലക്ഷം വെച്ചു കേട്ടോ, കുഴിഞ്ഞോളൂ. ശരിക്ക് ഭഗവതിയെ ഭദ്രകാളി മനസ്സിൽ ധ്യാനിക്കുക കേട്ടോ. സർപ്പക്കളങ്ങളിൽ എങ്ങനെയാണ് രാജി സർപ്പത്തെ പോലെ ഇഴഞ്ഞത്? അതിന് പിന്നിൽ ഇങ്ങനെയൊരു സംഭവ കഥയുണ്ട്. ബാല്യകാലത്തിലെങ്ങോ അവൾ കണ്ടുമറന്നതാണ് പാട്ടിയമ്മയെ. പാട്ടിയമ്മ മരിച്ചിട്ടും അവൾ പാട്ടിയമ്മയെ മറന്നില്ല. ഒരു നാൾ അവൾ പാട്ടിയമ്മയായി തമിഴിൽ സംസാരിച്ചു. മന്ത്രക്കളങ്ങളിൽ സർപ്പത്തെ പോലെ ഇഴഞ്ഞു. ഇതിൻ്റെ ഉത്തരങ്ങൾ അവളെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന കുട്ടൻ തന്ത്രിയിലൂടെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തില് ഈ മാസമുറ സമയത്ത് സ്ത്രീകൾ പ്രത്യേക പരിമിതികളിൽ ജീവിക്കണം, പ്രത്യേക പരിധികളിൽ വിട്ടുപോകാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് അലിഖിത നിയമമുണ്ട്. ആ അലിഖിത നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ ആകാം, അല്ല വെട്ടിച്ചാവാം ഈ കുട്ടി അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഒരു തോട്ടി കഴുകണ്ടായി. ഈ വസ്ത്രങ്ങൾ ഒരു നാഗക്ഷേത്രത്തിന്റെ സമീപത്തിലൂടെ അല്ലെങ്കിൽ ആ ക്ഷേത്രം ടച്ച് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ അശുദ്ധി വരികയും അതിവർ കണ്ടറിഞ്ഞിട്ടും അതിനെ വലിയ ഭയപ്പാടോടെ നോക്കാതിരിക്കുകയും അതിൻ്റെ പരിസരത്ത് വെച്ച് ജലാശയവുമായി ബന്ധപ്പെട്ട് ഒരു ഭയപ്പെടുകയും ചെയ്തു. ഈ ജലാശയവുമായി ബന്ധപ്പെട്ട് പടപ്പെട്ടപ്പോൾ 2 വിഷയങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, നാഗത്തിന്റെ ഉപദ്രവം ഉണ്ടായി. 2, ഇവരുടെ ഏതോ ഒരു ബന്ധു അതേ ജലാശയ സ്ഥലത്ത് വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യും, അങ്ങനെ എന്തോ മരിച്ചു. ആ പ്രേതാസക്തി കൂടെ ഉണ്ടായി. ഇത് 2ഉം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് അതിബലം വന്നു. കുടിച്ചോളൂ, മേടിച്ചോളൂ. കാല് നേരെ വെച്ച് കുടിച്ചോ.
രാജിയുടെ ഈ അവസ്ഥ ഒരു രോഗമാണ്. ഇതിന്റെ മരുന്ന് എന്താണ്? രാജിയെ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മന്ത്രങ്ങളിലൂടെയാണ്. മന്ത്രശക്തി എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു? ഇങ്ങനെ വീണ്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ. സർപ്പക്കളങ്ങളിൽ നാഗത്തെ പോലെ ഇഴഞ്ഞതും വൃദ്ധയായ പാട്ടിയമ്മയെപ്പോലെ തമിഴിൽ സംസാരിച്ചതുമൊക്കെ രാജിക്ക് ഓർമ്മയുണ്ടാകുന്നു. പ്രേതമുണ്ടെന്നുള്ള അവസ്ഥ അറിഞ്ഞതും അനുഭവിച്ചതും രാജി എന്ന ഈ പെൺകുട്ടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, വെളിച്ചമുണ്ട്, ഇരുട്ടുണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതുപോലെ മനുഷ്യന് ഇവിടെ ആത്മാവുണ്ട്. ആത്മാവ് പോലെ തന്നെ ജീവന്റെ മറ്റൊരു ഭാവമാണ് ആത്മാവ്. ആ ആത്മാവ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. ആ ആത്മാവ് എവിടെയെങ്കിലും അതിന് കുടികൊള്ളാൻ നിവൃത്തിയില്ല. ആ ശക്തിക്ക് എവിടെയെങ്കിലും കുടികൊള്ളണം. അതായത് ഏകദേശം 14 പരം വായുകളുടെ സങ്കേത കേന്ദ്രമാണ് ശരീരം. ആ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗത്ത്, നമ്മുടെ മനുഷ്യൻ്റെയാണ് ഉദരഭാഗത്ത് നിൽക്കുന്ന ആ വായു അത് മരിക്കില്ല എന്നാണ്. പാമ്പിന്റെ വാലിൽ, അതായത് പാമ്പിന്റെ വാല് ചാവാത്ത, എത്ര അടിച്ചാലും പാമ്പിന്റെ വാല് ചാവില്ല. അത് പഠിച്ചു, അതിന് ജീവനുണ്ടെന്ന് പറഞ്ഞു. എന്നുപോലെ മനുഷ്യന്റെ ഉദരഭാഗത്തുള്ള ആ വായുവിന് ജീവൻ നിലനിൽക്കുന്നു. അതിങ്ങനെ ഭൂമിയിൽ നിൽക്കുകയാണ് എന്ന് പറയണേ. അപ്പൊ അദ്ദേഹത്തിന് അയാൾക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു ശരീരം കണ്ടാൽ അത് ആവേശിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആ ആത്മാവിന് പറ്റുന്ന അയാളുടെ സ്വഭാവവുമായി സാമ്യം വരുന്ന ഒരിടം കിട്ടിയാൽ അത് അപ്പം തന്നെ അവിടെ ആവേശിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിരുന്നു, പാട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവാണ് നമ്മോട് സംസാരിച്ചത്. ഒരിക്കലും ആ വ്യക്തിയല്ല, നമ്മുടെ മുമ്പിൽ ഇരുന്ന് ആരാണോ പ്രഷ്ടാവ്, ആ പ്രഷ്ടാവെ നമ്മോട് സംസാരിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷ തമിഴായിരുന്നു. തമിഴിൽ ഇത് വന്നു. തമിഴ് സംസാരിക്കുകയോ തമിഴ് അറിയോ തമിഴ് കേൾക്കുകയോ ചെയ്യാത്തൊരു കുട്ടി. പ്രേതബാധയുള്ളവർ മനസ്സിൽ ഇൻഹിബിഷനൊന്നുമില്ലാതെ, ഒരു ബ്ലോക്ക് പോലുമില്ലാതെ ഒരു പെർഫോമറെ പോലെ പെരുമാറുന്നു. ഇതെങ്ങനെയാണ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇത്തരം അവസ്ഥകൾ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഇത്തരം സങ്കല്പങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾ എന്നെങ്കിലും മനുഷ്യനേത്രങ്ങളാൽ കാണാൻ സാധിക്കുമോ? മന്ത്രങ്ങൾക്കാണോ മനോരോഗ ഡോക്ടർക്കാണോ ഇത്തരം അവസ്ഥകൾ ഇല്ലാതാക്കാൻ കഴിയുക? ഉത്തരം അനാമികയിലൂടെ നമുക്ക് കണ്ടെത്താം. നല്ല ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു വ്യക്തിയുടെ മനസ്സിനെ വേണ്ട പോലെ അറിഞ്ഞ് ആ മനസ്സിന്റെ താളം തെറ്റുന്ന ഭാഗത്തെ ഏത് രീതിയിലാണോ അതിനെ ക്രമീകരിക്കുന്ന ഏതൊരു വ്യക്തിയാണോ അവനാണ് മനഃശാസ്ത്രജ്ഞൻ. ശരിക്കും സൈക്കാട്രിക് കോഴ്സ് പഠിച്ച ബോർഡ് വെച്ചിരുന്നാൽ മാത്രം മനഃശാസ്ത്രജ്ഞനല്ല, ഒരു മനുഷ്യന്റെ മനസ്സിനെ തൊട്ടറിയാനുള്ള സെൻസ് ഉള്ളവനാവണം. അല്ലെങ്കിൽ അതിനെ അറിയുന്ന, അതിനെ സമന്വയിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കും മനഃശാസ്ത്രജ്ഞൻ. അങ്ങനെയുള്ളൊരു മനഃശാസ്ത്രജ്ഞൻ ഇതിനെ എതിരായിട്ട് ചിന്തിക്കില്ല, അങ്ങനെ ചോദിക്കില്ല, പ്രവർത്തിക്കില്ല, പറയില്ല. ദൈവവിശ്വാസികളാണ് മനുഷ്യരിലധികവും. അതുകൊണ്ടാവാം രാത്രിക്ക് പകലെന്ന പോലെ ദൈവമുള്ളതുപോലെ പിശാചുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമായത്. മരണപ്പെടുമ്പോൾ ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് ഇവിടെ തന്നെ അലഞ്ഞു തിരിയുന്നതായി വിശ്വസിക്കുന്നു. സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഇത്തരം ആത്മാവുകൾ കയറിക്കൂടുന്നതായി വിശ്വസിക്കുന്നു. ഇത്തരം വിശ്വാസങ്ങളിലെ സത്യമെന്താണ്? അന്വേഷണം തുടരുന്നു അനാമികയിലൂടെ. മന്ത്രം പിഴച്ചാലും അതൊക്കെ തന്നെ ഫലം. മന്ത്രം പിഴച്ചു കഴിഞ്ഞാൽ, അതായത് ഉപയോഗിക്കേണ്ടതല്ലാത്ത മന്ത്രങ്ങൾ ഒരു വ്യക്തിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ പണ്ടൊക്കെ പറയാം ആഭിചാര രീതികൾ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ മേലാത്ത മന്ത്രങ്ങൾ ഉപയോഗിച്ചാലും അദ്ദേഹത്തിന് ദോഷമുണ്ടാവും. അതായത് നമ്മളെ ആശ്രയിച്ച് വന്ന ഏതൊരു വ്യക്തിയാണോ അവന് ദോഷമുണ്ടാവും. അത് അസംശയമായ കാര്യമാണ്. പക്ഷേ മരുന്ന് പിഴച്ചാൽ അവനുള്ളിൽ കഴിച്ച സാധനമാണ്, അത് ഡിപ്രീസിയേഷൻ സംഭവിപ്പിച്ചിരിക്കും ബോഡിയിൽ. നമ്മുടെ സംഭവം പിഴച്ചാൽ ഇത്രയ്ക്ക് വരാനുള്ളൂ, അത് മാറ്റാനുള്ള വിധികളും ഉണ്ട്.
രാഗസുധാരസമായി വാവെന്നില ഉന്നെ താനേ വാലും തേടരേ. സിംഫണിയിലേക്ക് സ്വാഗതം. ഗസൽ ഗീത് നസം എന്നൊക്കെ പറയുന്നത് എന്നും നിലനിൽക്കും. കാരണം അതൊരു ഗാനം പോലെ പറയുന്നൊരു സംഭവം. പക്ഷെ അതിനൊരു നിയമമുണ്ട്. മധുരമേ നിൻമുഖം മഞ്ഞകാലത്തിലെ ഇളവെയിലിൽ കാട്ടുപൂ പോലെ. ആദ്യമായിട്ട് ഇരുന്നൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് പാടാനേ. അപ്പൊ ഇതിനിഷ്ടം. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി കളിയണിയറയിൽ ഞാൻ മയങ്ങിപ്പോയി. കൊള്ളൊളിന്തിരക്കും കനിക്കൂട്ടം അതിശയം വണ്ണത്ത് പൂച്ചിയുടമ്പിലോവിയങ്ങൾ അതിശയം. Jomer Symphony brought to you by Jomer Properties. Jomer Properties, ideal solution to your dream home. In association with Lulu Hypermarket, supermarkets and departmental stores where the world comes to shop. At Lulu, it's continuous. ഏറ്റവും കുറഞ്ഞ പലിശ, ഏറ്റവും കൂടുതൽ പണം. Lulu Gold Power. ശീർഷകമില്ലാത്ത കവിതയാണ് ജീവിതം. കഥാപാത്രങ്ങളില്ലാത്ത കഥ പോലെ, കഥയില്ലായ്മ പോലെ ജീവിതം. വരുംവരായകളുടെ നെടുവീർപ്പുകളിൽ ആടിയുലയുന്ന മനസ്സിൽ സംഗീതം ഒരു തൂവൽ സ്പർശം. കാമുകിയുടെ കണ്ണീരിൽ, കാമുകന്റെ വിരഹ ദുഃഖത്തിൽ, പ്രേമത്തിന്റെ വിശുദ്ധിയിൽ, സ്നേഹത്തിന്റെ നൈർമല്യത്തിന്റെ ജീവിതം ഒഴുകിപ്പോകുന്നു. പിന്നെയും കരയിപ്പിക്കാൻ കാലം കാമുക വേഷം കെട്ടുന്നു. കാലത്തിന്റെ ഓർമ്മയ്ക്കായി സംഗീതത്തിന്റെ ഋതുസന്ധികൾ. മെലഡി ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി സുധാ സുബ്രഹ്മണ്യൻ. മെലഡി ബൈറ്റ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ദുബായിൽ വന്നിട്ട് എത്രയായി? ദുബായിൽ 1990